തിക്നെസ്സും അതുപോലെ സ്കാൾപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യാതെ തന്നെ മുടിയുടെ തിക്നെസ് കൂടുകയും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിരാദേവ്. ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആയുർവേദിക് മിറാക്കുലസ് ഹെയർ സീക്രട്ടിനെ കുറിച്ചാണ്. ഹെയർ ലോസ് ഉള്ളവർക്കും ഡാൻഡ്രഫ് ഉള്ളവർക്കും ഹെയർ പ്രോബ്ലംസ് ഒക്കെ മുടികൊഴിച്ചിലും ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ആയുർവേദിക് കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇരട്ടി മധുരം അഥവാ യഷ്ടിമധു. ആയുർവേദത്തിൽ യഷ്ടിമധു എന്ന് പറയുന്നു, ഇരട്ടി മധുരം എന്ന് മലയാളത്തിൽ പറയുന്നു, ലിക്കറൈസ് എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ യഷ്ടിമധു തൈല കുറിച്ചുള്ള വീഡിയോന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ എന്ന് പറയാം. അപ്പോൾ ലിക്കറൈസ് അല്ലെങ്കിൽ ഇരട്ടി മധുരം പൗഡറായിട്ട് യൂസ് ചെയ്യാം, ഓയിൽ യഷ്ടിമധു തൈലം ഓയിലായിട്ട് യൂസ് ചെയ്യാം, ഇതിന്റെ എസൻസ് പല പ്രൊഡക്ട്സിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരട്ടി മധുരം ഹെയർ പാക്ക് ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ്സ് ലഭിക്കുന്നതെന്നും ഇതിൽ നടത്തിയ പഠനങ്ങളെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. ലിക്കറൈസ് എത്തനോൾ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ നോക്കിയാൽ അറിയാം, മുടി വളരുന്നതിനും അതുപോലെ തന്നെ തിക്നെസ്സും അതുപോലെ സ്കാൾപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യാതെ തന്നെ മുടിയുടെ തിക്നെസ് കൂടുകയും മുടി വളർച്ച കൂട്ടുന്നതായിട്ടും ഇതിൻ്റെ റിസർച്ചിൽ കാണിക്കുന്നു. സേഫ് ആയിട്ടുള്ളൊരു ആയുർവേദിക് പ്രൊഡക്റ്റാണ് ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മുടികൊഴിച്ചിൽ മാറുവാനും നമ്മുടെ തലയൊട്ടിയിൽ സ്കാൾപ്പിലെ തണുപ്പ് നൽകുവാനും മുടിക്ക് നല്ല തിക്കായി വളരുവാനും ഷൈനൊക്കെ നൽകുവാൻ ഏറ്റവും നല്ലൊരു ആയുർവേദിക് ഹെയർ പാക്ക് തന്നെയാണ് ഇരട്ടി മധുരം അഥവാ ലിക്കറൈസ്. ഒരുപാട് പ്രൊഡക്ട്സ് ലിക്കറൈസ് പൗഡർ ആയിട്ട് ഹെയർ പാക്ക് ആയിട്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഹെയർ കെയറിന് വേണ്ടി ഒരുപാട് ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവനായി കാണുക, എന്നാലേ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആയുർവേദത്തിൽ ലിക്കറൈസ് അഥവാ ഈ ഇരട്ടി മധുരത്തിന് സ്നിഗ്ധ ഗുണയും ശീതഗുണയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയൊട്ടി സ്കാൽപ്പിനെ നറിഷ് ചെയ്യാനും ഹെയറിനെ നറിഷ് ചെയ്യാനും സാധിക്കും. സയന്റിഫിക് സ്റ്റഡീസിൽ പറയുന്നത് ഈ ഇരട്ടി മധുരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഫ്ലവനോയിഡ്സ്, ഫൈറ്റോ ഈസ്ട്രോജൻ, ഗ്ലൈസിറൈസിൻ. ഈ ഗ്ലൈസിറൈസിൻ എന്നുള്ള കോമ്പോണന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ആണ് നമ്മൾ സ്കാൾപ്പിനെ നറിഷ് ചെയ്യാനും ഹെയർ നറിഷ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ തടയുവാനും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചു കാലം യൂസ് ചെയ്യുകയാണെങ്കിൽ ബേബി ഹെയർസ് ഗ്രോ ചെയ്യുന്നത് കാണാം. കൂടാതെ ഇത് നമ്മുടെ സ്കാൽപ്പിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നു, ഡാൻഡ്രഫ് ഇച്ചിങ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തലയൊട്ടിയിലുള്ള ഈ സ്കിന്നിനുണ്ടാവുന്ന അസുഖങ്ങളൊക്കെ തടയാൻ സഹായിക്കുന്നതാണ്. മൊത്തത്തിൽ നമ്മുടെ ഹെയർ കെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഫലപ്രദമായുള്ളൊരു ഹെയർ പാക്കാണ്. എങ്ങനെയാണ് ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിൻ വൈറ്റനിങ്ങിന് ഇത് മുഖം വെളുക്കുവാനും പാടുകൾ പോക്കാനും കറുത്ത പാടുകൾ പോക്കാനും കഴുത്തിലുള്ള പാടുകൾ പോക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു എക്സലന്റ് ആയുർവേദിക് ഹെർബാണ്. മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഫേസ് പാക്ക് ചെയ്യുന്നതെന്നും വിശദമായി പറഞ്ഞിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹെയർ പാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഹെയർ പാക്ക് ഇടുന്നത് നോക്കാം. ഈ പ്രൊഡക്റ്റ് ഓൺലൈനിൽ ഞാൻ വരുത്തിയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ ഫേസ് ഹെയർ പാക്കിന് വേണ്ടി. അപ്പോൾ ഇതാണ് ഇരട്ടി മധുരം പൗഡർ, ലിക്കറൈസ് പൗഡർ. ഇതിന് മുളട്ടി എന്നും ഹിന്ദിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റോസ് വാട്ടറാണ് ഈ ഇരട്ടി മധുരം പൗഡറിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയ യൂസ് ചെയ്യാം. നെല്ലിക്ക ജ്യൂസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് മുടിക്ക് കൂടുതൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ തൈരും യൂസ് ചെയ്യാവുന്നതാണ്. തൈരിൽ നമ്മൾ ഇരട്ടി മധുരം മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഇരട്ടി മധുരത്തിൻ്റെ പ്രവർത്തനം കൂട്ടാനും സഹായിക്കുന്നു. ഇത് നല്ലൊരു കണ്ടീഷണറിങ് ആണ്. അതുപോലെ ഹെയർ സോഫ്റ്റൻ ചെയ്യാനും, അതുപോലെ ഇത് ഒരു പ്രോട്ടീനാണ്, നാച്ചുറൽ ആസിഡാണ്. അത് നമ്മുടെ തലയൊട്ടിയിൽ സ്കാൾപ്പിനെ കാം ചെയ്യാനും സഹായിക്കുന്നു. ഇത് 20 മിനിറ്റൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് ശേഷം കഴുകി കളയാവുന്നതാണ്.
അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂടുവെള്ളം യൂസ് ചെയ്യാം. സാധാ ചൂടുവെള്ളം യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തണുത്ത വെള്ളത്തിനും കാട്ടി ചൂടുവെള്ളമായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് അത് തണുത്തിരിക്കും. അപ്പോൾ നമുക്ക് മുടിയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇരട്ടി മധുരം ഹെയർ പാക്ക് ഞാൻ ഒരാൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പേസ്റ്റ് നമുക്ക് തലയൊട്ടിയിലും അതുപോലെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താവുന്നതാണ്. 40 മിനിറ്റ് വരെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിടാവുന്നതാണ്. അപ്പോൾ പൊടി ആയിട്ടല്ല, നിങ്ങൾക്ക് ലിക്കോറൈസ് പീസസ് കഷ്ണങ്ങളായിട്ടാണ് ഉണ്ടെങ്കിൽ തന്നെ ഇത് ഹാൻഡ്ഫുൾ ഒരു കയ്യിൽ നിറയെ ലിക്കോറൈസ് കഷ്ണങ്ങൾ എടുത്ത ശേഷം അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഈ വെള്ളം ഷാമ്പു ചെയ്ത് മുടിയൊക്കെ ഷാമ്പു ചെയ്ത ശേഷം കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഹെയറിൽ മുടി നമുക്ക് ഇതിൽ വാഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ലിക്കോറൈസ് എസൻസ് അടങ്ങിയിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറയാം. ചരക സംഹിതത്തിൽ മാത്രമല്ല, പുരാതന ഈജിപ്ഷ്യൻ രാജ്ഞിമാർ അവരുടെ കറുത്ത മുടി നിലനിർത്താനും ലിക്കോറൈസ് പേസ്റ്റ് ഉപയോഗിച്ചിരുന്നെന്ന് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.